ഹലോ ഫ്രണ്ട്സ്, ക്രീറ്റ് മീഡിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോജക്റ്റ് ആയിട്ടാണ്, ഒരു റോബോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടം നമുക്ക് പൈസ തരുന്ന റോബോട്ടിനെയാണ്, പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പൈസ തിന്നുന്ന റോബോട്ടിനെയാണ്. അപ്പോൾ കോയിൻ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് തിന്നോളും. അപ്പോൾ കാണാനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോജക്റ്റാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളിത് ചെയ്തിരുന്നു, അത് നമ്മൾ ഗിയർ മോട്ടർ കാർബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായി PVC പൈപ്പും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുറിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല, അപ്പോൾ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കാണിക്കാത്തത്. മറക്കാതെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് N20 മോട്ടറാണ്. അപ്പോൾ ഇത് വളരെ ചെറുതുമാണ്, അതേപോലെ നമുക്ക് പ്ലാസ്റ്റിക് ഗിയർ അല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഗിയർ മോട്ടറിനെയും കാട്ടി പവർ ആയിരിക്കും ഇത്. ഇതിൻ്റെ വർക്കിങ് ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതായത് നമ്മൾ കോയിൻ വെക്കുമ്പോൾ വയർ രണ്ട് ഷോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അതിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് ഷോർട്ട് ആകുമ്പോൾ വർക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോയിൻ എടുത്ത ഭാഗത്തു നിന്ന് 2 വയർ എടുത്തിരുന്നു. അപ്പോൾ ആ 2 ഷോർട്ട് ആകുമ്പോഴാണ് വർക്കാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്ട്രാ 2 വയറും കൂടി വേണം. അതായത് ഒരു വയർ ഡയറക്റ്റ് മോട്ടറിലേക്കും ഒരു വയർ ബാറ്ററിയിലേക്കുമാണ് പോവുക. അപ്പോൾ ആ യെല്ലോ വയർ നമുക്ക് ഒന്നും കൂടി എക്സ്ട്രാ വേണം. അതേപോലെ നമുക്ക് ആ റെഡ് വയറും എക്സ്ട്രാ വേണം. അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മോട്ടറിൽ നിന്നൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഇട്ടപ്പോൾ റിട്ടേൺ വന്നില്ല. അപ്പോൾ റിട്ടേൺ പോകാൻ വേണ്ടിയാണ് എക്സ്ട്രാ വയർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗിയർ മോട്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വേണമെന്നുണ്ടാവില്ല, അത് റിട്ടേൺ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ റിട്ടേൺ പോകുന്നില്ല, അതിനായിട്ടാണ് നമ്മൾ ബാക്കിൽ 2 വയർ കൊടുക്കുന്നത്. അതേപോലെ
അപ്പോൾ നമ്മൾ അടയാൻ വേണ്ടി വെച്ചതും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ അത് ടച്ച് ആകുമ്പോൾ മോട്ടർ പിന്നെയും ഒരു റൊട്ടേറ്റും കൂടി റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായി ഫ്രീ ആവുന്നതായിരിക്കും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇട്ട കോയിനൊക്കെ ഒരു ബോക്സിൽ സേവ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഉള്ളിൽ സേവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോക്സ് ഉണ്ടാക്കി കൊടുക്കുക. അടിയിൽ ഓൾറെഡി ഒരു ഓട്ടയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഓട്ടയുണ്ട്. അപ്പോൾ ആ ഓട്ടയിൽ കൂടെ കോയിന് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ സ്റ്റോറായി നിൽക്കുന്നതായിരിക്കും. നമ്മുടെ ബോക്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡ്രോ പോലെ വലിക്കുമ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ബാറ്ററി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്ക് വശത്ത് വഴി ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ബാറ്ററി അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബോക്സ് ഇങ്ങനെ തുറന്ന് നമുക്ക് ഇട്ട കോയിനൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ സ്റ്റോർ ആവുന്നതായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കോയിൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്തായാലും കമൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ തോന്നിയത് അത് എന്തായാലും പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.